നമസ്കാരം. ഭഗവത്ഗീത പറയുന്നു, ശൗര്യം, തേജസ്, ധൃതി, ജാഗ്രത, യുദ്ധത്തിൽ ഒളിച്ചോടാതിരിക്കുക, ദാനം, പ്രഭുത്വം ഇവയെല്ലാം സ്വാഭാവികമായ ക്ഷത്രിയ കർമ്മമാണെന്ന്. ജനനം കൊണ്ട് ആരും ക്ഷത്രിയനാകുന്നില്ല. ശൗര്യം, തേജസ്, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം, നല്ല മനഃശക്തിയുള്ള ഇവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് സഹജമായി ഉണ്ടായിരിക്കും. ധൃതി, ദൃഢനിശ്ചയം, കഴിയുന്നതും നേരത്തെ ഏത് കാര്യവും ചെയ്തു തീർക്കുവാനുള്ള ഉത്സാഹം. ദാക്ഷ്യം, ജാഗരൂകത, എപ്പോഴും സൂക്ഷ്മതയോടുകൂടി പെട്ടെന്ന് തീരുമാനമെടുക്കുവാനും അത് നടപ്പിലാക്കുവാനുമുള്ള കഴിവാണിത്. യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാതിരിക്കൽ. ഇവിടെ ഭഗവാൻ പറയുന്നത് ജീവിതമാകുന്ന യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുന്ന കാര്യമാണ്. ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് നേരിട്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയാണ് ഇതിലൂടെ വിവരിച്ചിരിക്കുന്നത്. ദാനം, നിരന്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തി ഒരു പിശുക്കനാകാൻ പാടില്ല. കൂടെ നിൽക്കുന്നവരെയും സഹായം അർഹിക്കുന്നവരെയും അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് ശരിയായ ക്ഷത്രിയൻ. ശുഭദിനം.